കെട്ടിപ്പിടിച്ചാൽ ഗുണങ്ങളേറെ, സന്തോഷവും സമാധാനവും ആരോഗ്യവുമാണെന്ന് പഠനങ്ങൾ തെളിയിച്ചു. അത്രമേൽ പ്രിയപ്പെട്ടവരെ നാം കെട്ടിപ്പിടിക്കുന്നത് സ്നേഹത്തിൻ്റെയും മമതയുടെയും പ്രകടനമാണ്. എന്നാൽ അതിനുമപ്പുറം ആരോഗ്യപരമായും ആലിംഗനത്തിനും നിരവധി ഗുണങ്ങളുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. പ്രിയപ്പെട്ടവരുമായി ചേർന്നിരിക്കുമ്പോൾ ലവ് ഹോർമോൺ എന്നറിയപ്പെടുന്ന ഓക്സിറ്റോസിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇത് മാനസിക സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയ്ക്കാൻ സഹായിക്കും. ഇതുകൂടാതെ രക്തസമ്മർദ്ദം കുറയ്ക്കുകയും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും നല്ല ഉറക്കത്തിന് സഹായിക്കുകയും ചെയ്യുന്നു. സ്ഥിരമായ ആലിംഗനം മാനസിക അടുപ്പം കുറയ്ക്കുകയും ഉന്മേഷം നിലനിർത്തുകയും ഒറ്റപ്പെടലിൻ്റെ അനുഭവം കുറയ്ക്കുകയും ചെയ്യുന്നു. ജീവിത പങ്കാളിയെയോ സുഹൃത്തുക്കളെയോ കുടുംബാംഗങ്ങളെയോ വളർത്തുമൃഗങ്ങളായാലും നമ്മൾ കെട്ടിപ്പിടിക്കുന്നത് നല്ലത് തന്നെയാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഉത്കണ്ഠ കുറയുന്നു. പ്രിയപ്പെട്ട ഒരാളുമായി ആലിംഗനത്തിൽ ഏർപ്പെടുമ്പോൾ ശരീരം ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ പുറന്തള്ളും. ഇത് മനസ്സിനെ ശാന്തമാക്കുകയും സമ്മർദ്ദം ഭേദപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യും. ഉദാഹരണത്തിന്, നിങ്ങൾ ചിരിക്കാനോ ശ്രദ്ധ തിരിച്ചു പിടിക്കാനോ അല്ലെങ്കിൽ ഒരു പ്രശ്നം പരിഹരിക്കാനോ സാധ്യതയേറും. കൂടാതെ ഇത് രക്തസമ്മർദ്ദം കുറയ്ക്കാനും സമ്മർദ്ദ ഹോർമോൺ ആയി അറിയപ്പെടുന്ന കോർട്ടിസോളിൻ്റെ പ്രവർത്തനം കുറയ്ക്കാനും സഹായിക്കുന്നു. ഇത് ശരീരത്തിനും മനസ്സിനും കൂടുതൽ സ്വസ്ഥതയും നൽകും. രക്തസമ്മർദ്ദം കുറവായിരിക്കുകയോ മാനസിക സമ്മർദ്ദം കുറയുകയോ ചെയ്താൽ അത് ഹൃദയരോഗത്തിന് ഗുണകരമാണ്. ഈ ഗുണങ്ങൾ കെട്ടിപ്പിടുത്തത്തിലൂടെ സ്ത്രീകൾക്ക് കൂടുതൽ ലഭിക്കുമെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. എന്നാൽ പുരുഷന്മാർക്കും ആലിംഗന ഉന്മേഷം പകരുന്നു. ഒരു നല്ല ആലിംഗനം നിങ്ങളുടെ മനോവീര്യം വർദ്ധിപ്പിക്കുക മാത്രമല്ല, വേദനയും കുറച്ചേക്കാം. കെട്ടിപ്പിടിക്കുമ്പോൾ ശരീരം പുറന്തള്ളപ്പെടുന്ന ഓക്സിറ്റോസിൻ വേദന സന്ദേശങ്ങളെ തടയാൻ സഹായിക്കുന്നു. ഇത് അത്രയും ഫലപ്രദമാണ്. ഈ രീതി ചികിത്സയ്ക്കായി ഉപയോഗിക്കാനുള്ള ഗവേഷണങ്ങളും നടത്തി വരികയാണ്. പങ്കാളിയെ ഇടയ്ക്കിടെ കെട്ടിപ്പിടിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഓരോ ആലിംഗനത്തിലും സ്നേഹ ഹോർമോണായ ഓക്സിറ്റോസിൻ രക്തത്തിൽ കൂടുതലായി ഉണ്ടാകും. മടിയില്ലാതെ ആലിംഗനവും ചുംബനവും പങ്കിടുന്ന ദമ്പതികൾ സന്തോഷവാന്മാരും ആരോഗ്യവാന്മാരും കുറവ് സമ്മർദ്ദം അനുഭവിക്കുന്നവരുമാണെന്ന് കാണപ്പെടുന്നുണ്ട്. ഉറക്കം മെച്ചപ്പെടുത്തും. ഇവിടെയും ഓക്സിറ്റോസിൻ അതിശയകരമായ പ്രഭാവം ചെലുത്തുന്നു. കെട്ടിപ്പിടിച്ചുള്ള ഉറക്കം വൈകാരികവും ശാരീരികവുമായ സുരക്ഷിതബോധവും പങ്കാളികളിൽ വർദ്ധിപ്പിക്കുന്നുണ്ടെന്ന് നോർത്ത് വെൽ സ്റ്റാറ്റൻ ഐലൻഡ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്ലീപ്പ് മെഡിസിൻ ഡയറക്ടർ ഡോക്ടർ തോമസ് മൈക്കിൾ ന്യൂയോർക്കിന് നൽകിയ പോസ്റ്റിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. ഒരുമിച്ചുള്ള ഉറക്കം, കെട്ടിപ്പിടുത്തം, ലൈംഗികത എന്നിവയെല്ലാം ഓക്സിറ്റോസിൻ എന്ന ലൈവ് ഹോർമോണിനെ ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുമെന്നും ഇത് സമ്മർദ്ദം കുറച്ച് കൂടുതൽ ശാന്തിയും സുരക്ഷിതബോധവുമുള്ളവരാക്കുകയും ചെയ്യും.